നിങ്ങളുടെ കൂട്ടായ്മന്ന് 3 സ്ത്രീകള് 3 പുരുഷന്മാർ. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നിങ്ങളുടെ ആവശ്യം ജെന്യൂൻ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ ഞങ്ങൾ ഫണ്ട് തരും. സ്വാമി, ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫണ്ട് അത്യാവശ്യം. ഉത്തരാമയുടെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ നമുക്കത് ലേറ്റാക്കാൻ പറ്റില്ലല്ലോ. ഉത്തരാമയുടെ നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ഞാൻ ഇതിന്റെ പ്രൊസീജിയേഴ്സ് തരാം. നിങ്ങൾക്കത് പൂർത്തിയാക്കിയിട്ട് എപ്പോ വേണമെങ്കിലും വരാം. പണം എപ്പോ വേണമെങ്കിലും റെഡിയാ. ഹരി, അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽസ് വാങ്ങിച്ചു പോയിട്ട് ഹരി ആലോചിച്ച് പറഞ്ഞാൽ മതി. നാടിന് നല്ലത് സംഭവിക്കട്ടെ, ചുറ്റുമുള്ള ആളുകൾക്ക്. അതാണ് JRന്റെ ലക്ഷ്യം. JR നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. സ്വാമി ഭംഗിയായിട്ട് കമ്പനിയുടെ പരസ്യം പറഞ്ഞത് കേട്ടില്ലേ ഹരി? എനിവേ, നമ്മൾ തമ്മിലുള്ളതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒരു കൂട്ടായ്മ. ശരി സർ. ശരി സർ. ഓക്കെ. ഹലോ ഹരി, പോയിട്ട് എന്തായി? കാര്യങ്ങളൊക്കെ ഓക്കെ ആടോ. വളരെ കുറഞ്ഞ വ്യവസ്ഥയിൽ പണം തരാന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട്. ഉത്തരയ്ക്ക് നല്ല ഹോൾഡാണ് കേട്ടോ. ഉത്തര കൂടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. ഹരി ഇങ്ങോട്ട് വരല്ലേ? എടോ, ഞാൻ കുറച്ച് വൈകും. ഇനി എങ്ങോട്ടേലും പോവാനുണ്ടോ? എനിക്കെങ്ങോട്ടും പോകാനൊന്നുമില്ല. അല്ല, ഉത്തരയ്ക്ക് എന്തോ ഒരു പേഴ്സണൽ ആവശ്യമുണ്ട്. ഒന്ന് കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു. ഞാൻ ചെല്ലാന്നും പറഞ്ഞു. അല്ല, അതിനെന്തിനാ ഹരി പോകുന്നേ? അല്ല, എന്നെ വിളിച്ചപ്പോ. ഇങ്ങത്താ. ഹലോ, താനവിടെ എന്തെടുക്കുക? അത് ഞാനിവിടെ അടുക്കളയിലായിരുന്നു. ആണോ? എന്നാ പിന്നെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. പേടിക്കണ്ടട്ടോ, ഞാൻ ഹരിയെ തട്ടിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് പേടിയൊന്നുമില്ല. ഓ, എന്നാ ശരി. എടോ, എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. എന്തിനാ വിളിക്കുന്നേ? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട് വന്നാ മതി. അല്ല, തനിക്ക് പിണക്കമുണ്ടോ? അതെ, ഈ കൂടെയുള്ള പെണ്ണിനെ കേൾപ്പിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിണക്കമാണോ എണക്കാണോ എന്നൊന്നും ചോദിക്കണ്ട. അതൊരു നല്ല ശീലമല്ല. എന്തേലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിച്ചാ മതി. ശരി എന്നാ. ശ്രീമതി ഉടക്കിയോ? എന്തുടക്കാൻ? പുള്ളിക്കാരി അടുക്കളയിൽ നല്ല പാചകത്തില്. എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളത് കഴിക്കണം. അതിന് അഭിപ്രായവും പറയണം. അത്രേ ഉള്ളൂ. പോ. ശരി. പിണക്കാണോന്നൊരാള്, തട്ടിക്കൊണ്ട് പോയില്ലെന്ന് വേറൊരാള്. ഞാനെന്താ കൊച്ചുകുട്ടിയാ ഇങ്ങനെയൊക്കെ പറയാൻ? ആരുടെ കൂടെയെങ്കിലും പോയിട്ട് വരട്ടെ, എനിക്കെന്താ? നാശം കിടക്കട്ടെ അവിടെ.